ഹലോ ഗായ്സ്, നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഫാം പണിയുന്നതായിരിക്കും. നമ്മുടെ ഫുഡെല്ലാം തീർന്ന് ഗായ്സ്, ഇനി 4 മെലണും കൂടെ കയ്യിലുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. അപ്പം നമ്മൾ അവിടെ ആയിട്ടൊരു സെറ്റ് ഫാം ഒന്നുമല്ല, ഷീപ്പ് ഫാം പണിയും, പിന്നെ വീറ്റിൻ്റെ ഫാം പണിയും. വീടിൻ്റെ ഫാം പണിയാൻ സാധനമൊന്നുമില്ല, കയ്യിൽ ഇതൊന്നുമില്ല, സീഡൊന്നുമില്ല. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗൈസ്, നമ്മളെ പണിയുന്ന സ്ഥലം ഇവിടെയാണ് ഗൈസ്. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഷീപ്പ് ഫാം പണിയുന്നതായിരിക്കും. ഷീപ്പിൻ്റെ ഫാം അണ്ടാ മൊം വന്നു ഷീപ്പ് ഫാം പണിയും. ഷീപ്പ് ഫാം പണിയാൻ നല്ലൊരു കാര്യമുണ്ട്. ഷീപ്പ് ഫാമും പണിയണം. അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ വരുന്ന എപ്പിസോഡിലല്ലേ ഷീപ്പ് ഫാം മാത്രം പണിഞ്ഞൊരു കാര്യമില്ലല്ലോ. നമ്മുടെ ഫുഡ് തീർന്നു ഗൈസ്. ഇനി ഇച്ചിരി ഇതും കൂടെ തിന്നത്തു. ബീഫ് ഉണ്ടാക്കാൻ കോളും വേണം. കോള് കയ്യിലില്ല. നമുക്ക് അയൺ കിട്ടിയായിരുന്നു ഗൈസ്. അയൺ കിട്ടിയ സാധനം എടുത്ത് വെക്കാൻ മറന്നുപോയി. കുറച്ച് അയൺ കുക്കാവട്ടെ ഫസ്റ്റ്. അപ്പത്തേക്ക് നമുക്ക് ഇതുണ്ടാക്കാം. എന്തോ ഉണ്ടാക്കാനറിയാവോ? ഇതിൻ്റെ പേരെന്തുവാടാ? ഫെൻസ് ഗേറ്റും വേണം. ഫെൻസ് ഗേറ്റ് ഉണ്ടാക്കുന്ന എവിടാ? ഫെൻസ് ഗേറ്റ് 2 ഫെൻസ് ഗേറ്റ് ഇരിക്കട്ടെ. പിന്നെ കുറച്ചും കൂടെ ഫെൻസ് വേണം. ഇനിയും കൂടെ ഫെൻസ് ഇനിയും വേണം. ഫെൻസ് ഇനിയും വേണം. ഫെൻസ് ഒരു സ്റ്റാക്ക് ഫെൻസ് അങ്ങ് ഉണ്ടാക്കാം. ഒരു സ്റ്റാക്ക് ഫെൻസ് 5 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് അവിടെ പോയി സാധനം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. വരുന്ന എപ്പിസോഡ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. സാധനം ഉണ്ടാക്കാം ഫസ്റ്റ്. മാറാ അവന്മാരെ കൊന്നിട്ട് നമുക്ക് ഇങ്ങനെ കൊല്ലാം. ഇമാരെ കൊന്ന ലീഡ് നല്ല കാര്യം. അപ്പോൾ ഉമ്മാരെ വീറ്റും കൊണ്ട് വലിച്ചുകൊണ്ട് വരണ്ട. ലീഡ് മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ലേട്ട് എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് വെക്കാം. കുറച്ച് ലേട്ട് എടുത്തോണ്ട് എന്നിട്ട് വെക്കാം. ഡേർട്ട് ഇച്ചിരി മതി. ഇച്ചിരി ഡേർട്ട് നമ്മൾ താഴെ ഇച്ചിരി ഡേർട്ടൊക്കെ ഉള്ള സ്ഥലമൊക്കെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓർഗനൈസ് ഫുള്ള് ചെയ്തിട്ടില്ല. ഇച്ചിരി ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് മൈനിങ് ടൂൾസിൻ്റെ അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഡേർട്ട് ഇങ്ങ് എടുത്തോണ്ട് വരണം. ഡേർട്ട് അപ്പോൾ ഇവിടെ എന്താ വെക്കും? ഇവിടെ നമുക്ക് ഈ സാധനം കയറ്റി വെക്കാം. ഡേർട്ട് ഇപ്പോൾ തീരത്തില്ല, എന്നാലും എടുക്കും. എന്നാലും കുറച്ചൊക്കെ എടുക്കേണ്ട വരത്തില്ലയോ. അപ്പോൾ ഡേർട്ട് എടുത്ത് അവിടെ കൊണ്ട് വെക്കണം. ഡേർട്ട് അവിടെ കൊണ്ട് വെക്കുന്ന സമയത്ത് ഇവിടെ ഇതൊക്കെ സ്പോൺ ആവുമായിരിക്കും. ഡേർട്ട് വെക്കാൻ സ്ഥലമൊന്നും വെക്കാൻ വലിയ താമസമൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ഡേർട്ട് വെച്ചാൽ മതി. പിന്നെ ഇവിടെയും കൂടെ ഇച്ചിരി ഡേർട്ട്. ഞാനിവിടെ യുദ്ധത്തിന് ഇറങ്ങിയായിരുന്നേ. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതുണ്ടാക്കിയെടുക്കും. നമ്മൾ അതിൻ്റെ പേരെന്തോ ചിക്കൻ ഫാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഈ ചിക്കൻ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഡിസ്പെൻസർ വേണ്ടായിരുന്നു. ഡിസ്പെൻസറിന് നമ്മൾ സ്ട്രിങ് ഇല്ലായിരുന്നു കയ്യിൽ. സ്ട്രിങ്ങിന് വേണ്ടി ചെറിയ യുദ്ധത്തിന് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ടാണ് കുളമായ ഇവിടെല്ലാം. ഒരു ക്രീപ്പ് വന്ന് ചാടി പൊട്ടിത്തെറിച്ചു. പക്ഷെ ചത്തില്ല. അതാണ് നമ്മൾ പ്രോ പ്ലെയർ ആയതുകൊണ്ട് ഞാൻ ചത്തില്ല. അല്ലെങ്കിൽ ഞാൻ അവിടെ വടിയായി കിടന്നേനെ. അറിയാലോ. അല്ലെങ്കിൽ ഞാൻ വലിയ പ്രോ പ്ലെയർ ഒന്നും അല്ല. നമ്മൾ പതുക്കെ പാവം പിടിച്ച പ്ലെയറാണ്. അല്ലെങ്കിൽ വടിയായി അവിടെ വടി വിട്ട് കിടന്നേനെ. അപ്പം ഇങ്ങനെ നമുക്ക് നേരെ ഒരു ബോക്സ് പോലെ പണിയൊന്നും വേണ്ട. അത് അങ്ങനെ കോസ്റ്റപ്പാടല്ല, ഒരുമാതിരി പെട്ടി പോലെ ഇരിക്കുന്നതാണ്. അങ്ങനൊന്നും കൊള്ളത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെ വെച്ചങ്ങ് പോവാം. ഇങ്ങനെ ഇരിക്കട്ട്. 2 ഫെൻസ് ഗേറ്റ് അതും കൂടി ഇങ്ങനെ. എന്നിട്ട് ഇത് തുറന്നിടണം. എന്നിട്ട് എൻ്റെ കയ്യിൽ ലീഷ് ഉണ്ടല്ലോ, ലീഷ് എടുത്തിട്ട് ഉമ്മ 2 പേരെയും കെട്ടിയെടുക്കണം. 2 ലീഷ് കൂടെ വീട്ടിൽ ഇരിപ്പുണ്ട്. എന്നാലും ഇങ്ങനെ വലിച്ചു വാ.
ഇങ്ങനെ പിടിച്ചോണ്ട് വരണം അമ്മരെ കിഡ്നാപ്പ് ചെയ്യണം. ഇങ്ങ് വാടാ. അമ്മരെ അടിച്ചോണ്ട് വന്നിട്ട് ഇങ്ങോട്ട് കയറ്റി അങ്ങ് ഇടണം. ഇങ്ങ് വാടേ എന്നിട്ടൊരു അടി കൊടുക്കണം. അല്ലെങ്കിൽ അടി നീ ഏതാ അതിഥി കയറി അവനെ കൊന്നു കളയാ. നീ ഇങ്ങ് വാടാ. അവനെ കൊന്നു കായ്സ്. അവനെ വെടിവെച്ച് കൊന്നു. ഇല്ല ഞാൻ വെടിവെച്ചല്ല അവനെ കൊന്നേ. അവൻ നമ്മൾ കത്തി വെച്ച് കുത്തിക്കൊന്നു. അത്രേ ഉള്ളൂ. എന്നിട്ട് അടുത്ത ഒരുത്തനെ കിട്ടിയുള്ള ഒറ്റയ്ക്കാ. വേറെ അവന്മാരൊക്കെ ഒന്ന് വന്നേ. വേറെ അവന്മാരൊക്കെ നമ്മൾ മിക്സഡ് ഫാർമിങ് കാണാം. ഒരേ കളറൊന്നും വേണമെന്നില്ല. 10,000 കളറൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരേ കളറിനൊന്നുമില്ല. രണ്ടാവന്മാരവിടെ സ്പോണായി. മാരെ പിടിച്ച് കൂട്ടിലിടും. ഇങ്ങവാ വന്നേ. ഇവിടെ ഇതിന്റെ ഊമാറ കച്ചവടമാണോ? രാത്രിയാവുന്ന സീനാവുന്ന. ഇത് ശരി, നീ അങ്ങ് ഓടിക്കളയാ വിചാരിച്ചോടാ. എന്താടാ ഒരുത്തൻ കൊണ്ട് കെട്ടിയിരിക്കട്ടെ, ഇറങ്ങിയിട്ട് വരട്ടെ, അല്ലെങ്കിൽ എമ്മാരെന്നെ അടിച്ച് പപ്പടമാക്കി കളയും. അപ്പോഴത്തേക്ക് മറ്റേ നമ്മുടെ ബീഫ് കുക്കാക്കാൻ വെക്കാം. അത് നല്ലത്. നമ്മൾ ഐഡിയപരമായിട്ട് കളിച്ച് ബീഫ് കുക്കാക്കാൻ വെക്കണം. അപ്പം എന്തുകൊണ്ട് കുക്കാക്കും? ഈ 2 ഇതും കൊണ്ട് കുക്കാക്കിയേക്കാം. അപ്പം നമുക്ക് കിടന്നുറങ്ങി അവന്മാരെ ഇത് പണിയാം. അപ്പം ശിവമായ കുറച്ച് അമ്മ അകത്തോട്ട് കയറ്റിയിട്ട് വരട്ടെ. അതൊന്ന് കാണിച്ചതൊക്കെ ബോറടിയാ. അതൊന്ന് കാണിക്കൊന്നും വേണ്ട ഗൈസ്. നമ്മളങ്ങനെ ഇത്ര ഷീപ്പിനെ കൊണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ഒരു ഇത് തന്നെ പണിയാം. എന്താണെന്ന് വെച്ചാൽ ഒരിത് ഫാം. കുറച്ചധികം സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് സീഡ്. ആ സീഡും പിന്നെ അകത്ത് ചെസ്റ്റിൽ ഇച്ചിരി സീഡുകളുണ്ട്. ആ സീഡുകൾ എടുത്ത് ഒരു ചെറിയ ഫാം അങ്ങ് പണിയാം. ചെറിയ ഫാം, വലിയ ഫാമല്ല, ചെറിയ ഫാം ആണ്. 11 സീഡ്, 11, 12 സീഡ്, 12 സീഡ്, 27, 39 സീഡ്, 39 സീഡ് കയ്യിൽ അങ്ങ് എടുത്തിട്ട് നമുക്ക് അവിടെ പോയി സീഡ് വെക്കാം. ഫസ്റ്റ് ഒരു പൊരി ഒഴിച്ച് അതിനകത്ത് വെള്ളം വെക്കണം. അതാണ് സീൻ. പൊരി പൊരിച്ച് വെള്ളം വെച്ച് ഇങ്ങനെ വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ചാടി പോവും. ഇങ്ങനെ വെച്ച് പിന്നെ നമ്മളിവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ സീഡ് നടാം. ഇങ്ങനെ ഇത്ര സീഡേ ഉള്ളൂ കയ്യിൽ. അപ്പം ഇത്ര സീഡ് നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇവിടം വഴി പാത്ത് ഉണ്ടാക്കണം. ആ പാത്ത് ഉണ്ടാക്കാൻ ഇവിടം തൊട്ട് ഇങ്ങനെ അങ്ങ് പോകണം. ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ തൊട്ടില്ല, ചുമ്മാ കൈ വന്നിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ പാത്ത് ഇവിടെ കെട്ടി വെക്കണേ. ചുമ്മാ ഇങ്ങനെ ഒരു പാത്ത് വരും. ഡീറ്റെയിലും കയറി പാത്തോടെ ഇങ്ങനെ പണിഞ്ഞ് ഇവിടെ ഇച്ചിരി കൂടെ പറിച്ചു. ഇവിടെ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് മുട്ടിക്കണം. പാത്ത് ഇവിടെ മുട്ടിച്ചിട്ട്
എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോകണം. ഇവിടുന്ന് അങ്ങനെ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോകണം. ഇവിടുന്ന് പാത്ത് സെറ്റായി. ഇവിടെ 2-3 ഒച്ചകെട്ടി കളഞ്ഞിട്ട് പാത്ത് അങ്ങനെ സെറ്റായി. പാത്ത് സെറ്റായപ്പോൾ എന്ത് സുഖം കാണാൻ. ഇങ്ങനെ പാത്ത് സെറ്റാക്കിയ പാത്തങ്ങൾ സെറ്റാക്കി. അപ്പം ഈ സീഡും കൂടെ നട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. പിന്നെ അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ ബൈ.